ഡോക്ടർ മോഹൻ വർഗീസ്. 15 വർഷം തുടരെ ഭരിച്ചൊരു ഭരണാധികാരി, അവരെ പുറത്താക്കാൻ ആസൂത്രണം ചെയ്യുന്നു. അതാകട്ടെ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതിന് തൊട്ടു പിന്നാലെ പിന്നീടത് വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറുന്നു. സൈന്യം അവരോട് രാജിവെച്ച് പുറത്തു പോകണമെന്നാവശ്യപ്പെടുന്നു. രാജിവെച്ച് പുറത്തു പോകും മുമ്പ് പിന്നിൽ ഭീകരരാണെന്നവർ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ സൈഫുള്ള കസൂരി അത് ഉറപ്പിച്ചു പറയുന്നു, അവിടുത്തെ കലാപത്തിന് പിന്നിൽ ഞങ്ങളായിരുന്നു എന്ന്. ചിത്രം കൂടുതൽ തെളിയുകയാണ് ശ്രീകൃഷ്ണരാജ്. ഇവിടെ ഒരു സംശയം ആദ്യം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന ഒരു സംശയം ആദ്യം തന്നെ ഈ ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് മുന്നോടിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നത് ഏതാണ്ട് നിശ്ചയമായിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ പാകിസ്ഥാൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൻ്റെ സ്ഥിരീകരണം ഇപ്പോൾ വരുന്നത് പാകിസ്ഥാനിലെ അലഹബാദിൽ നിന്നാണ്. അലഹബാദിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം സൈഫുള്ള കസൂരി, അദ്ദേഹം ജമാഅത്ത് ഉദ്വയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹം ആണല്ലോ ഈ ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്ത വലിയ ചിന്ത, ആ ഒരു ചിന്തയുടെ പിന്നിൽ പ്രവർത്തിച്ച കരാളഹസ്തങ്ങൾ ഇദ്ദേഹത്തിൻ്റെയാണ്. അദ്ദേഹം തന്നെ തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ്. ഇതൊരു സീരീസ് ഓഫ് മൂവ്സിൻ്റെ ഒരു പരിണിത ഫലമാണ്. 1971 ബംഗ്ലാദേശിൽ ഫ്രീഡം ഫൈറ്റേഴ്സ്, അവിടെ മുക്തി ബാഹിനി രൂപീകരിച്ച് ഷെയ്ഖ് മുജിബുർ റഹ്മാനും, അതായത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ബംഗ്ലാദേശിൻ്റെ മോചനത്തിനായി പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് കിഴക്കൻ പാകിസ്ഥാനായ ബംഗ്ലാദേശിനോട് കാട്ടുന്ന അവഗണന, ഭാഷാപരവും വംശീയവുമായ അവഗണനയും അടിച്ചമർത്തലും വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുമ്പോൾ അതിനെതിരെയുള്ള സ്വാഭാവിക ബംഗാളികളുടെ, ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവരുടെ പോരാട്ടം, ആ പോരാട്ടത്തിന് ഇന്ത്യ സഹായം നൽകുന്ന ഒരു കാഴ്ച, മനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങനെയാണല്ലോ ബംഗ്ലാദേശിൻ്റെ അസ്തിത്വം തന്നെ. ആ അസ്തിത്വം ഇന്ത്യ കൂടി ചേർന്ന് നൽകിയ അസ്തിത്വം, അതിന് പാകിസ്ഥാൻ മാപ്പ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് മുതൽ തുടങ്ങിയ ഒരു നീക്കമാണ് ഇപ്പോൾ പഹൽഗാമിലെത്തി നിൽക്കുന്നത്. ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാൻ ആർമിയുടെ 1000 കട്ട് ഡോക്ടറിൻ്റെ ഒരു ഏട് കൂടിയാണ് കഴിഞ്ഞു പോയത് പഹൽഗാമിൽ. ആ 1000 വെട്ടുകൾ വെട്ടുന്നത് ആർമി നേരിട്ടല്ല, ഭീകരരെ ഉദ്ദേശിച്ചാണ്, ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടാണ്. അതിൽ ഒന്നാണ് ഈ പറയുന്ന ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ഹർക്കത്തുൽ അൻസാറും ജയ്ഷെ മുഹമ്മദും ഇനിയും ഈ ആക്രമണം, പഹൽഗാം ആക്രമണം ക്രമീകരിച്ച ലഷ്കർ ഇ തോയ്ബയും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു വിശാലമായ പാക് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ, ആൻറ്റി ഇന്ത്യ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പോഷക സംഘടനകളും വിഭാഗങ്ങളുമാണ്. അതിന് കൂടുതൽ സ്ഥിരീകരണമാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. ഇന്ത്യയുടെ നയതന്ത്ര സംഘം, പാർലമെൻറ്റ് അംഗങ്ങൾ, ശശി തരൂർ ഉൾപ്പെടെയുള്ള സംഘം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളയിലാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. ഈ പ്രസ്താവന പബ്ലിക് സ്പേസിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ബംഗ്ലാദേശിൻ്റെ ഭരണമാറ്റത്തിന് പിന്നിലും പാകിസ്ഥാനാണ് പ്രവർത്തിച്ചത് എന്നതിൻ്റെ കൃത്യമായ സ്ഥിരീകരണം വരികയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. ലോകരാജ്യങ്ങളെ ഇനി കൂടുതൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതിന് പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ്, പാകിസ്ഥാൻ്റെ ജമാഅത്ത് ദുവ തന്നെയാണ്. ജമാഅത്ത് ദുവയെ ഉൾപ്പെടെയുള്ള സംഘടനകളെ ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സഹായിച്ചു നിർത്തുന്നത് പാകിസ്ഥാൻ്റെ ഔപചാരികമായ പൊളിറ്റിക്കോ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റ് എയ്ഡഡ് ബൈ ISI. അപ്പോൾ ഇതെല്ലാം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാവുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അത് മുന്നേ പറഞ്ഞതുപോലെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഭീകരർ, സൈന്യത്തെ നിയന്ത്രിക്കുന്ന ഭീകരർ, അതൊന്നുകൂടി ആവർത്തിക്കപ്പെടുകയാണ്. പാകിസ്ഥാൻ കൃത്യമായൊരു ഇടത്താവളമാണ് അല്ലെങ്കിൽ താവളമാണ് ഭീകരർക്ക് എന്ന് തെളിയിക്കുന്ന പല സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ബംഗ്ലാദേശിലും അത് ആവർത്തിക്കപ്പെടുന്നു. അവിഭക്ത പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അതാണ് കൃഷ്ണരാജ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ വിരുദ്ധത ഇന്ത്യയുടെ കിഴക്ക് നിന്നും ഇന്ത്യയുടെ പടിഞ്ഞാറ് നിന്നും അവർ ഒന്നിക്കുന്ന ഒരു അവസരമാണ്. ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടല്ല, മറിച്ച് ആദർശപരമായി ബംഗാളികളുടെ മനസ്സ് മാറ്റിയെടുക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്ത് ദുവയും എല്ലാം തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് പരകായ പ്രവേശം നേടി അങ്ങനെ ബംഗാളി മൈൻഡ് സെറ്റ് തന്നെ മാറുകയാണ്. ബംഗാളി മൈൻഡ് സെറ്റ് ഒരിക്കലും ഇന്ത്യ വിരുദ്ധമായിരുന്നില്ല, ഇപ്പോഴും അത് ഇന്ത്യ വിരുദ്ധമല്ല. അവിടെ ഇന്ത്യൻ വംശജർക്കെതിരെ അല്ലെങ്കിൽ ഹൈന്ദവർക്കെതിരെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒക്കെ നടക്കുന്ന ഇസ്ലാം ഇതര വിഭാഗങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരെ ഉൾപ്പെടെ നടക്കുന്ന ആക്രമണങ്ങളുടെ പിന്നിൽ
പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ചരട് വലിക്കുന്ന ഭീകരന്മാരും അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റും ആകമാനമായ ഒരു സൂപ്പർ സ്ട്രക്ചർ എന്ന പാക് എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അത് കടന്നു വരുന്നത് പഞ്ചാബിൽ നിന്നാണ്, പാക് പഞ്ചാബിൽ നിന്നാണ്. അവിടെയാണ് മുറിത്കയിലാണ് ലഷ്കർ ഇ തോയ്ബയുടെ ആസ്ഥാനം. അതാണ് ഇന്ത്യ. ഇതേ പാക് പഞ്ചാബിൽ വെച്ചാണ് 2-2.5 മാസം മുൻപ് ഇതേ കസ്തൂരിയെ പൂവുകൊണ്ട് അഭിഷേകം ചെയ്ത് ക്ഷണിച്ചിരുത്തി പാക് സൈന്യത്തിന് വേണ്ടി സംസാരിപ്പിച്ചത് എന്ന് നമ്മൾ ഓർക്കണം.